നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ബ്രസീലിൻ്റെ വേൾഡ് കപ്പ് ടീമിലൊരു ഇടം, അതാണ് പയ്യൻ്റെ ലക്ഷ്യം. ആ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് അവൻ റയൽ മാഡ്രിഡിൽ നിന്ന് ലോണിൽ ലിയോണിലേക്ക് പോകാൻ തീരുമാനിച്ചു. ഇപ്പോൾ അവൻ അവിടെ പൊളിച്ചെടുക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ലിയോൺ 4-2 റണ്ണേഴ്സിനെ പരാജയപ്പെടുത്തിയ മത്സരത്തിലും എൻട്രിക്ക് തൻ്റെ സംഭാവന കൃത്യമായിട്ട് ചെയ്തു. അവൻ ഗോളടിച്ചു. ഈ കളിയിൽ അവൻ്റെ പ്രകടനം നോക്കിയാൽ ഒരു ഗോള് അവൻ നേടിയെന്ന് മാത്രമല്ല, ഒരു ബിഗ് ചാൻസ് അവൻ ക്രിയേറ്റ് ചെയ്തു. 4 കീ പാസുകൾ കൊടുത്തു, 3 സക്സസ്ഫുൾ ഡ്രിബ്ലിങ്ങുകൾ, 6 ബോൾസ് റിക്കവർ ചെയ്തു. കിടിലൻ പ്രകടനം തന്നെ എൻട്രിക്ക്, ഡിസിസീവായ പ്രകടനം തന്നെ എൻട്രിക്ക് നടത്തിയിരിക്കുന്നു. ഇപ്പോൾ എങ്ങനെയും ബ്രസീലിയൻ ദേശീയ ടീമിലേക്ക് എത്തുക എന്ന ഉദ്ദേശത്തിലാണല്ലോ അവൻ ലിയോണിലേക്ക് പോയത്. 2026 യൂറോപ്പിലെ ടോപ്പ് 5 ലീഗുകളിൽ കളിക്കുന്ന ബ്രസീലിയൻ താരങ്ങളിൽ ഏറ്റവും അധികം ഗോൾ ഇൻവോൾവ്മെൻറ്റ്സ് നടത്തിയിട്ടുള്ളത്, അതായത് കുറഞ്ഞ മിനിറ്റുകളിൽ കൂടുതൽ ഗോൾ ഇൻവോൾവ്മെൻറ്റ്സ് നടത്തിയിട്ടുള്ള ബ്രസീൽ താരങ്ങളിൽ രണ്ടാമനാണ് എൻട്രിക്ക്. എൻട്രിക്കിൻ്റെ കണക്ക് നോക്കിയാൽ 14 മത്സരങ്ങളാണ് അവൻ 2026 കളിച്ചത്. അതിൽ 12 എണ്ണത്തിലാണ് അവൻ സ്റ്റാർട്ട് ചെയ്തത്. അതിൽ നിന്ന് 11 ഗോൾ ഇൻവോൾവ്മെൻറ്റ്സ് അവൻ നടത്തിയിരിക്കുന്നു. 5 ഗോളുകളും 6 അസിസ്റ്റുകളും. ഓരോ 96 മിനിറ്റുകളിലും ഒരു ഗോൾ ഇൻവോൾവ്മെൻറ്റ് വരുന്നു. 40 ഷോട്ടുകൾ തീർത്തു. അതിൽ 23 ഓൺ ടാർഗറ്റിലേക്ക്. 9 ബിഗ് ചാൻസുകൾ അവൻ ക്രിയേറ്റ് ചെയ്തു. 26 കീ പാസുകൾ അവൻ കൊടുത്തു. 64 ഡ്യുവൽസ് അവൻ വിൻ ചെയ്തു എന്ന് പറഞ്ഞാൽ പെർ മാച്ച് 4.6 ഡ്യുവൽസ് അവൻ വിൻ ചെയ്യുന്നു. 34 സക്സസ്ഫുൾ ഡ്രിബ്ലിങ്ങുകൾ. സോ പൊളിച്ചെടുക്കുന്ന പ്രകടനമാണ് എൻട്രിക്ക് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാർലോ ആഞ്ചലോട്ടി മെയ് 18 ബ്രസീലിയൻ ടീമിനെ പ്രഖ്യാപിക്കുമ്പോൾ, വേൾഡ് കപ്പ് സ്ക്വാഡ് പ്രഖ്യാപിക്കുമ്പോൾ അതിലൊരു ഇടം, അതാണ് എൻട്രിക്കിൻ്റെ ലക്ഷ്യം. അത് സാധിക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ആരാധകരുമുള്ളത്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.